Let's run to the rest of our lives and leave everything that we've known behind. We won't look back. Together we have everything that we'll ever need. So take my hand, all the places we'll go. Let's run away to the great unknown, to the great unknown. Oh, let's see what this love can be. Together we are wild and free. Oh, let's find. നന്മ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവയെല്ലാം അക്കോളം നിറച്ചു. ഇത് പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു.
രണ്ട് ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ആരും പറഞ്ഞു ശരിക്കാത്ത ആണെന്ന് ഒന്നുകൂടെ പറയാം. വിശ്വശേരി സ്തുതിയായിരിക്കട്ടെ. അനു ആൽബിനും ടെൻഷനാണ് ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിക്കാനായിട്ട് പോയി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ഭക്തിപൂർവ്വം സ്നേഹത്തോടുകൂടെ ഈ വിശ്വാസത്തോടും കൂടെ നമുക്ക് ബലിയർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെയണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി വിവാഹത്താൽ ബന്ധിതരായ ഹൃദയായുധത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചു. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ ഉദാശായോഗ്യതയോടെ കർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃമൃഗത്തെയും നീ മറന്നുകളയുക. നിങ്ങളുടെ രക്ഷകന്റെയും മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പഠിച്ചു കൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത വിശുദ്ധ നമുക്ക് മാർഗ്ഗദൈവമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ബുദ്ധ
സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5:20 മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കട്ടെ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാവരുടെ വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവേ ശംശനായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുവചനങ്ങൾ 1 മുതൽ 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ്. യേശുവോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് നിർദ്ദേശിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. സ്നേഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട ആൽബിനും അനുവിനും ബഹുമാനപ്പെട്ട വൈദികരുടെയും അതുപോലെ തന്നെ ഈ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവരുടെയും പേരില് വിവാഹത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ്. സംഗീതകൻ പറയുന്നത് പോലെ ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. നമുക്കിന്ന് സന്തോഷിച്ച് ആഹ്ലാദിക്കാം. തീർച്ചയായിട്ടും കുറേ നാളുകളായിട്ടുള്ള ആൽബിന്റെയും അനുവിന്റെയും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെ എല്ലാം കാത്തിരിപ്പിന് ഒടുവിൽ ദൈവം ഒരുക്കിയ ഈ ദിവസത്തിൽ അവർ ഒന്നാകുമ്പോൾ നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട ആൽബിൻ, അനു, നിങ്ങളിന്ന് തമ്പുരാന്റെ തിരുമുമ്പിൽ വെച്ചെടുക്കുന്ന ഈ വിവാഹ ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം
വിശ്വാസം വരെ അഭേദ്യമായി അത് കൊണ്ടു നടക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ ഇവരെ കർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. വിവാഹ ഉടമ്പടിയാണ്. ആൽബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആൽബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത് തരം ചേർത്തിരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഈ താലിയെ ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനുസരണാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാനേ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു.
സൗഭാഗ്യമേകാ. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമായി എൻ്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമെൻ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തെൻ്റെ യേശു ആ ചങ്കിലെ ചൂടേകിയെന്നിൽ പ്രാണൻ വെടിഞ്ഞെൻ്റെ യേശു സ്വന്തം ജീവൻ പകർന്നേകിയെന്നിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലായി നാവിൽ അലിയുന്നു.
നീതിമാന്മാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. പ്രാവത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇവരെ ഒന്നിപ്പിച്ച അങ്ങയുടെ പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ ക്രിസ്തുവിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറസ്താവിന്റെയും മാധ്യസ്ഥവും ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സർവ്വവിശുദ്ധന്റെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. Found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. Reminiscing our days together. Found our names
stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is പറയുമ്പോഴേ ഫണ്ണാ, അവള് ഫുള്ള് എൻജോയ് ആണ്. അവളെ ഇഷ്ടമില്ലാത്ത ആരും കാണില്ല. അവളെ എല്ലാവർക്കും ഇഷ്ടം. ഈ പരപ്പയിലും ഫാമിലിയിലും അവളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാ കസിൻസിനും വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും, ഇപ്പം പപ്പയുടെ ഫാമിലിയിലായാലും മമ്മിയുടെ ഫാമിലിയിലായാലും കസിൻസിൽ എല്ലാവർക്കും ഇഷ്ടം അനുമോളെയാണ്. എല്ലാവരും അനുമോളെന്നാണ് വിളിക്കുന്നത് അവളെ. അവള് കൂടെ ഉള്ളപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാ. അവളെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കസിൻസിൽ അവളെയാ. ഞാനും അവളും എൻ്റെ ഏറ്റവും ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവളാണ്. കസിൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവളായിട്ടാണ്. കാരണം അവൾ ഭയങ്കര ജോളിയാണ്. ഞങ്ങൾ ഏജ് കൊണ്ടും എപ്പോഴും മാച്ചാകുന്ന ഞങ്ങൾ രണ്ടുമാണ്. അതുകൊണ്ട് ഞാൻ അവളോട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്ക് അവളെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്ററാണ്, ഒരു നല്ല ഫ്രണ്ടാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ചേച്ചിയാണ് അൻ ചേച്ചി. അതുകൊണ്ട് തന്നെ ഭയങ്കര റെസ്പോൺസിബിളാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. എന്താവശ്യത്തിനും എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ കാത്തിരുന്ന കല്യാണം അനുമോളുടെ ആൽബിൻ ചേട്ടാടെയാണ്. പിന്നെ ലൈഫ് ലോങ് അങ്ങനെ തന്നെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ, ഫോർ ഈച്ച് അതർ ആയിട്ട് പോട്ടെ. ചേട്ടായി ഭയങ്കര കമ്പനിയാണ്. കുഞ്ഞാച്ചി കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. ശരിക്കും അവരുണ്ടും നല്ല കൂട്ടാണ്, നല്ല സ്നേഹം അവരുണ്ട്. കുഞ്ഞൻ ആൽബിൻ എന്നാണ് പേരെങ്കിലും നമ്മൾ വിളിക്കുന്നത് കുഞ്ഞൻ. ടോട്ടലി അറിയപ്പെടുന്നത്. പക്ഷേ ശരിക്കും ഞാൻ അവനെ കാണുന്നത് ഇവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ദുബായിൽ വെച്ചാണ്. നേരിട്ട് കാണുന്നത് ശരിക്കും വീട്ടിൽ വന്ന് കാണുന്നത് ഇപ്പം ഈ കല്യാണത്തിന്റെ അവസരത്തിലാണ്. അല്ല, അതിനു മുമ്പ് കണ്ടിട്ടില്ല. അനിയനുള്ള ഒരു ഇതില്ല. ഇവര് ഫുള്ള് അടിയാന്ന് പറഞ്ഞു. ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പോഴും മാറ്റമൊന്നുമില്ല. കൊറേ കാലം കൂടി കാണുന്ന കാരണം ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ അവൻ മെച്യൂരിറ്റി ഉണ്ട് ആയ പോലെ ഉണ്ട്, പക്ഷെ മെച്യൂരിറ്റി ഇല്ല. അവൻ പറയുന്നത് അവന് മെച്യൂരിറ്റി ഉണ്ട്. വിചാരിക്കുന്നത് സ്നേഹിച്ചാണ് അവരിപ്പോ കല്യാണം കഴിച്ചത്. അതുപോലെ തുടർന്നു അതേമാതിരി സ്നേഹിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Yes, wedding is over. Our beautiful bride and groom is here. It's about പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം രണ്ടുപേരും ഈ ഒരു വേദിയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. Once again, വലിയൊരു ഫാമിലിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. അപ്പോൾ നല്ല സമ്മതത്തോടുകൂടി തന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. So, ladies and gentlemen, we are together. Let's welcome our beautiful bride and groom, Alvin Gilbert and Anu Video.
happy married life both of you. Congratulations. So beautiful. Okay, I think this is your dream come true moment. എന്ന് പറഞ്ഞാൽ ശരിയാണോ? Dream come true moment. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ആണെന്ന് പറഞ്ഞാൽ ആണോ? Okay, yes. How do you feel? ഞാൻ അതിന്റെ കാര്യം ചോദിക്കാം. How do you feel now? സന്തോഷമുണ്ട്. വളരെ കൂടുതൽ സന്തോഷം. താങ്ക് യു. അബുദാബിയിലല്ലേ ലേഡീസായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഓൾറെഡി നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ഇരുന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് വിഷമമില്ല. പക്ഷെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞല്ലോ എന്നൊരു വിഷമമുണ്ട്. ഓക്കെ, ഓക്കെ. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വേണ്ടിയുള്ള ആളാണ് നമ്മുടെ സ്വപ്നത്തിൽ കണ്ടുപോലത്തിൽ ഒരു പെൺകുട്ടിയാണോ വധുവാണോ എന്നുള്ളതൊക്കെ ഒന്ന് പറയും, ഷെയർ ചെയ്യും. എപ്പോഴും പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും, ഇതുപോലെ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ വർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവേഷൻ അനുഗ്രഹിക്കേണ്ടത് മാത്രം ഈ ഒരു നിമിഷം ആശംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നമ്മൾ ക്ഷണിക്കപ്പെട്ട എല്ലാ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു ഹാപ്പി മൊമെന്റിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട്. I found a love for me. Darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my hand, be my girl, I'll be your man. I see my future in your eyes. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. When I saw you in that dress, looking so beautiful, I don't deserve this. Darling, you look perfect tonight. No, no, no. Baby, I'm dancing in the dark
பண்ணுவானா What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. Walking a trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times. Walking a trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times. See, you used to color my sky, whereas I now sing a goodbye. என் கூட நீ திரும்பி வந்தா சொல்லாமலே நாம் விட்டு போவேனோ. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. What a beautiful world is out there for me now to see it. Beautiful world is out there for me now to know it. Walking a trail, seeing ships sail down by horizon, clearing the sand, waving my hands, listening to the wonderful chimes. It's all about good times. Used to color my sky, whereas I now sing a goodbye. என் கூட நீ திரும்பி வந்தா சொல்லாமலே நான் விட்டு போவேனோ. See, you used to color my sky, whereas I no sing a goodbye. என் கூட நீ திரும்பி வந்தா சொல்லாமலே
நான் விட்டு போவேனோ, நான் விட்டு போவேனோ, நான் விட்டு போவேனோ. What a beautiful world is out there for me not to see it. Beautiful world is out there for me not to know it. What a beautiful world is out there for me not to see it. Beautiful world is out there for me not to know it. What a beautiful world is out there for me not to see it. Beautiful world is out there for me not to know it. What a beautiful world is out there for me not to see it. Beautiful world is out there for me not to know it. ഹാപ്പി എന്ന് വെച്ചാൽ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഉടനടി ഇത്ര വലിയ ഹാപ്പി സാധ്യതയുണ്ടോ? ഇത്ര വലിയ സന്തോഷം ഇനി ഉണ്ടാകാൻ തോന്നുന്നില്ല. നിലവിൽ ഇപ്പം നല്ല ഹാപ്പിയാണ്. പക്ഷേ സങ്കടമുണ്ട്. അതെ, ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുർബാന എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയിരിക്കും താലി കെട്ടുന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നായി ആദ്യം തന്നെ താലി കെട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിപ്പോയി. താലി കെട്ടുമ്പോൾ തന്നെ പ്രത്യേകിച്ചൊന്നും സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ സമയം എനിക്ക് കിട്ടിയില്ല. വേഗം എങ്ങനെയും കൈ വറക്കാതെ കെട്ടി തീർക്കാൻ ഒരൊറ്റ മൈൻഡിൽ പടപെട്ടെന്ന് പരിപാടി തീർക്കുക. ഒന്നും ചിന്തിച്ചില്ല. സത്യം പറഞ്ഞാൽ മൈൻഡൊന്നുമില്ലായിരുന്നു, കാലിയായിരുന്നു. ലൈഫിൽ മേജർ മിസ് ഫാമിലി ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ അപ്പോഴാണെങ്കിലും എനിക്കിങ്ങനെ വിളിപ്പുറത്ത് പപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. സോ എനിക്ക് എന്ത് കാര്യങ്ങൾ ശരി ഇപ്പോഴും എനിക്ക് സെയിം സിറ്റുവേഷൻ തന്നെയാണ്.
പക്ഷെ ഇപ്പോൾ ഒരു ഫാമിലിയും കൂടെ ആഡ് ഓൺ ആയി. അപ്പോൾ നമുക്ക് എനിക്ക് പറത്തില്ലല്ലോ അവരെ, അപ്പോൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോൾ ഒരു പുതിയ ഫാമിലിയിൽ പോയി അവരെ പരിചയപ്പെട്ട് അവരുടെ അടുത്ത് മിങ്കിളായി, അത് സമയമെടുക്കും എത്രയാണേലും. പിന്നെ എനിക്ക് അവർ ഒത്തിരി മിസ് ചെയ്യും എൻ്റെ ഫാമിലീനെ. എന്നാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ ന്യൂ ഫാമിലിയിലേക്ക് ആഡായി. പഴയ ഫാമിലി ഉണ്ട്, സ്റ്റിൽ നമ്മൾ വേറൊരു വീട്ടിലാണല്ലോ. എൻ്റെ ഫാമിലി പോലെ തന്നെ ഞാൻ കുഞ്ഞിൻ്റെ ഫാമിലീനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം പരിശ്രമിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് പറയണം. അച്ഛന്മാർ പറയുന്നതല്ല, രാത്രി കിടക്കുന്നതിനുള്ളിൽ തന്നെ അത് തീർക്കണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ.